إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وما خلقنا السماء والأرض وما بينهما لاعبين സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും യഥോചിതം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ നിങ്ങളേവരെയും ഓർമ്മിപ്പിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പൂർണ്ണമായും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന അവൻ്റെ നല്ല അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം വാട്സപ്പിലൂടെയും പല വാർത്തകളിലൂടെയും നാം കണ്ട ഒരു വാർത്ത, സൗദിയിൽ വെച്ച് നമ്മുടെ അയൽ സംസ്ഥാനമായ തെലങ്കാനയിലുള്ള ആ സ്വദേശികളായ 2 പേർ അവർ മരണപ്പെട്ട ഒരു വാർത്ത നാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ വാർത്തയ്ക്ക് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. ജോലിയുടെ ആവശ്യാർത്ഥം സൗദിയിൽ ഒരു യാത്ര തിരിക്കുകയാണ് 2 കൂട്ടുകാർ. അവർ ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഒരു വണ്ടി എടുത്തുകൊണ്ടാണ്, ഒരു കാറിലാണ് യാത്ര ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി എത്തേണ്ട ലൊക്കേഷൻ ഇട്ട് യാത്ര ആരംഭിച്ചു. ഒരുപാട് ദൂരം യാത്ര പിന്നിട്ടു. കുറേ ദൂരം ചെന്നപ്പോഴാണ് തങ്ങൾക്ക് വഴി തെറ്റിയിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കുന്നത്. തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചത് അവരറിഞ്ഞിട്ടില്ല. ഒരുപാട് ദൂരം പോയി. നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, സൗദി അറേബ്യ പോലുള്ള വിശാലമായൊരു രാജ്യം, മരുഭൂമികളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യം, അവിടെ മരുഭൂമിയിൽ ഈ 2 പേരും ഒറ്റപ്പെട്ടു പോവുകയാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ചു. വണ്ടിയിൽ അവർ കണ്ടുവച്ചിരുന്ന ഇന്ധനം തീർന്നു പോവുകയാണ്. ഒരു ദിവസം പിന്നിട്ടു. മൊബൈൽ ഫോണിൻ്റെ ചാർജും തീരുകയാണ്. 2 ദിവസമായി, 3 ദിവസമായി, 4ാമത്തെ ദിവസമായപ്പോൾ പോലും ഇവരുടെ കൂട്ടുകാർ ഇവർ അന്വേഷിച്ച് നോക്കുമ്പോൾ സിഗ്നലൊന്നും എത്താത്ത ഒരു സ്ഥലത്ത് ഇവർ ഒറ്റപ്പെടുകയും പിന്നീട് അന്വേഷിച്ച് 4ാമത്തെ ദിവസം ഇവരെ കണ്ടെത്തിയത്, ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഇവർ തങ്ങളുടെ വണ്ടിയുടെ തൊട്ടപ്പുറത്ത് ഒരു മുസല്ല വിരിച്ച് 2 പേരും അതിൽ മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നിർജ്ജലീകരണം കാരണം, കുടിക്കാൻ വെള്ളം ലഭിക്കാത്തത് കാരണം മരണപ്പെട്ട 2 സഹോദരങ്ങൾ. നാം ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. AI അടക്കമുള്ള
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ ഏറ്റവും വലിയ ഉത്തുംഗതയിലെത്തി എന്നൊക്കെ നമ്മൾ പറയുന്ന, റോബോട്ടിക്സൊക്കെ വലിയ വികാസം പ്രാപിച്ചു നമ്മൾ പറയുന്ന ഈ ആധുനിക സമയത്ത് പോലും, ഈ കാലത്ത് പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത, നാം ഏവരും മനുഷ്യരെന്ന ഈ ഒരു സമൂഹം വളരെ നിസ്സാരരാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മെ അത് കൂടുതൽ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ നാം ഏവരും മറന്നിട്ടില്ല. ഇത്തരത്തിലുള്ള ഓരോ വാർത്തകൾ ഇനിയും നമ്മുടെ മുമ്പിലൊക്കെ വരും. പക്ഷേ പലപ്പോഴും പല മരണങ്ങളുടെ വാർത്തകളും കേൾക്കുമ്പോൾ മനുഷ്യരെന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന ആത്യന്തികമായ ചില ചിന്തകൾ, അതിന് കേവലം 1, 2, 3 ദിവസങ്ങൾക്കുള്ള ആയുസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നുള്ളതാണ്. പിന്നീട് അതിന് ശേഷം നമ്മൾ നമ്മുടേതായ ജീവിത വ്യവഹാരങ്ങളിൽ, നമ്മുടെ ഓട്ടപ്പാച്ചിലിൽ നെട്ടോട്ടം ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. പലപ്പോഴും മറവി എന്ന അതൊരു അനുഗ്രഹമാണ് മറവി എന്നത്. പക്ഷേ ആ മറവി നമ്മുടെ ജീവിത ലക്ഷ്യത്തെ തന്നെ പലപ്പോഴും നമ്മളെ തെറ്റിച്ച് കളയുന്ന, വിസ്മരിപ്പിച്ച് കളയുന്ന ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ഭൂമിയിൽ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കോടാനുകോടി സൃഷ്ടികൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് എത്രയോ അധികം സൃഷ്ടികൾ ഈ ഭൂമിയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇനിയും ഒരുപാട് സൃഷ്ടികൾ ഇവിടെ ജീവിക്കാനിരിക്കുന്നുണ്ടാവാം, അള്ളാഹു ആലം. ഇതിൽ ഈ കോടാനുകോടി ജീവികളിൽ നിസ്സാരരായ, വളരെ തുച്ഛമായിട്ടുള്ള ഒരു വിഭാഗം മാത്രമാണ് നാം അടങ്ങുന്ന മനുഷ്യ സമൂഹം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മനുഷ്യരുടെ ഒരു നിസ്സഹായത ബോധ്യപ്പെടാൻ ഈ ഭൂമിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ തന്നെ നമ്മൾ നോക്കിയാൽ അത് ധാരാളം മതിയാവുന്നതാണ്. ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ആകാശത്തിലെ വിവിധ കാഴ്ചകൾ, നമുക്കറിയാം ഒരുപാടധികം ഗാലക്സികൾ ഈ ഭൂമിയിലുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട്. ഈ ഗാലക്സികളെല്ലാം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ ഏതോ ഒരു ഗാലക്സിയിലെ, ക്ഷീരപഥം എന്ന് പറയുന്ന ആ ഒരു ഗാലക്സിയിലെ സൗരയൂഥം എന്ന് പറയുന്ന ഒരു ചെറിയൊരു വിഭാഗത്തിൽപ്പെട്ട, അതിൽ ചുറ്റും ഒരുപാട് ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്ന, സൂര്യൻ എന്ന് പറയുന്ന വലിയൊരു ഗ്രഹത്തിന് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഗ്രഹങ്ങളുള്ള, ആ ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം മാത്രമായ ഭൂമിയിലെ ഒരുപാട് വൻകരകളിലെ ഒരു വൻകരയിലെ, ഏഷ്യയാകുന്ന വൻകരയിലെ ഒരു രാജ്യം മാത്രമാകുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ, കേരളമാകുന്ന ഒരു സംസ്ഥാനത്തെ, അതിലെ ഒരുപാട് ജില്ലകളിലെ ഒരു ജില്ലയിൽപ്പെട്ട ഒരു പ്രദേശത്തുപെട്ട കുറച്ച് ആളുകൾ മാത്രമാണ് ഞാനും നിങ്ങളൊക്കെ. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ചിന്ത, ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില അഹങ്കാരമോ ചില അഹംഭാവമോ ഞാനെന്ന ഭാവമോ നമുക്ക് പലപ്പോഴായി പിടികൂടിയിട്ടുണ്ടോ എന്ന് നാം സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട്. ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ ജീവിതത്തിൻ്റെ കൂടെ ഓടുമ്പോൾ ഈ ചിന്ത, ജീവിതം എന്തിനാണ് എന്നോ, ഈ ജീവിതം വളരെ നിസ്സാരമാണ് എന്നോ, ഏത് നിമിഷവും നമ്മളെ വിട്ടുപോകാവുന്ന ഒന്നാണ് ഈ ഒരു ആത്മാവും ശരീരവും എന്നോ ചിന്തിക്കാതെ, ജീവിതത്തിന് ശേഷം മറ്റൊരു ലോകം വരാനുണ്ട് എന്ന ചിന്ത പോലും ഇല്ലാതെ പലപ്പോഴും നമ്മളെല്ലാവരും ആ ഒരു ഓട്ടത്തിൽ പെട്ടുപോകുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പല ആവർത്തി ഈ വിഷയം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ തുടക്കത്തിൽ ഓതിവെച്ച വമാ ഖലഖന സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ, അല്ലാഹു ആകാശമാവട്ടെ ഭൂമിയാവട്ടെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, ഇല്ല അത് ലാഇബീൻ, അതൊരു കളിയല്ലാതെ തമാശയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും അത്തരം ചിന്ത മനസ്സിലുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫി ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്, ആകാശമാവട്ടെ ഭൂമിയാവട്ടെ ഈ പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം സൃഷ്ടികളാവട്ടെ അതെല്ലാം അള്ളാഹു നമുക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് ഇവിടെ പടച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മറിച്ചു ഈ ചിന്തിക്കുന്ന ഊലുൽ അൽബാബിൽപ്പെട്ട ആളുകളായി നമുക്ക് മാറാൻ സാധിക്കണം. മറ്റനേകം സൃഷ്ടികൾ, അവർക്കൊന്നുമില്ലാത്ത സവിശേഷ ബുദ്ധി, ചിന്തിക്കുവാനുള്ള, ആലോചിക്കുവാനുള്ള, ഉറ്റാലോചിക്കുവാനുള്ള പ്രാപ്തി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ പ്രാപ്തി നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹുവിന് പൂർണ്ണമായും കീഴൊതുങ്ങി ഇവിടെ ഏറ്റവും ചിട്ടയോടുകൂടി ജീവിച്ച് നാളെ പരലോകത്തെ വലിയ സുഹൃതങ്ങൾ നേടാൻ വേണ്ടിയാണ്. പക്ഷെ പലപ്പോഴും ഇത് നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഈ ജീവിതവും ഇതിൻ്റെ ലക്ഷ്യവും ഇവിടെ നമ്മൾ പാലിക്കേണ്ട നന്മകളാവട്ടെ തിന്മകളാവട്ടെ അതിൻ്റെ അതിർവരമ്പുകളും അതിൻ്റെ ബൗണ്ടറിയും പല സീമകളും പലപ്പോഴും നമ്മൾ ലംഘിച്ചു പോകുന്ന ഒരു വിഷയം. നമുക്കറിയാം, ആസ്വാദനങ്ങളായി ഈ ഭൂമിയിൽ ഒരുപാടധികം കാര്യങ്ങളുണ്ട്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന, നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷമുണ്ടാക്കുന്ന ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് ഭക്ഷിക്കാം, നമുക്ക് കുടിക്കാം, നമുക്ക് രമിക്കാം, രസിക്കാം, ഒരു തടസ്സവുമില്ല. പക്ഷെ അള്ളാഹു ചില വിധികൾ, ചില നിർണയങ്ങൾ നമുക്ക് നിർണയിച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായി നിലകൊള്ളാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകേണ്ടത്. പരലോക ചിന്ത പലപ്പോഴും നമ്മളിൽ നിന്നൊക്കെ അകന്നു പോകുന്നൊരു സാഹചര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന്
നമ്മുടെയൊക്കെ മുൻഗാമികളിൽപ്പെട്ട, നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ട ഉമ്മമാരാവട്ടെ ഉപ്പമാരാവട്ടെ, കുടുംബങ്ങളിലെ പല ഏറ്റവും അടുത്ത ആളുകളിൽ പലരും ഇന്ന് ഖബറിനടിയിലാണ്. അവരെല്ലാം മരണപ്പെട്ട ആ ദിവസമോ 1-2 ദിവസമോ ശേഷം മാത്രം നമുക്ക് ആ ചിന്ത ഉണ്ടായേക്കാം. അതിനുശേഷം അവർ അവരുടെ ലോകത്തും നമ്മൾ നമ്മുടേതായ ലോകത്തും വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. ഇതൊരിക്കലും ഒരു മുസ്ലിം ഉണ്ടായിക്കൂടാ എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. നാം ഏവരും നാളെ ഒരു ലോകം കാത്തിരിക്കുന്ന ആളുകളാണ്. ഈ ഭൂമിയിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയോ അപരിചിതനെ പോലെയോ നിങ്ങൾ പെരുമാറുക എന്ന ഹദീസ് നമ്മളേവരും ആവർത്തിച്ച് കേട്ടതാണ്. പക്ഷെ പലപ്പോഴും ആ ഹദീസിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ. ഈ ഭൂമിയിലെ ജീവിതം എന്നത് അതൊരിക്കലും വ്യഥ സൃഷ്ടിച്ചതല്ല, അത് വെറുതെ നിങ്ങളെ സൃഷ്ടിച്ച് വിട്ടതല്ല എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ വാക്യം നമ്മളെ ഏറെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഏത് നിമിഷവും മരണം നമ്മളിലേക്ക് എത്താമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ജീവിതം ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, നമ്മളീ കാണുന്ന ഭൂമിയും പ്രപഞ്ചവുമൊക്കെ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, ഇതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് ഒരു വ്യക്തിക്കും നിഷേധിക്കാൻ കഴിയാത്ത അലംഘനീയമായ യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെയൊക്കെ മരണം. ആ മരണമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. ഈ മരണത്തിന് ശേഷം ഈ ജീവിതവും മരണവുമൊക്കെ ഉണ്ടാക്കിയ ആ അള്ളാഹു ഒരു ലോകം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും അവിടെയുള്ള യഥാർത്ഥ രക്ഷയാണ് നമ്മുടെയൊക്കെ രക്ഷ എന്ന് ചിന്തിക്കുന്ന, അതിനുവേണ്ടി ഒരുങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലുള്ള, ഈ ദുനിയാവിലുള്ള ഒരു അനുഗ്രഹവും നമ്മളെ വഞ്ചിപ്പിച്ച് കളയാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് വിശ്വാസികൾ എന്ന നിലയ്ക്ക്, ചിന്തിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാവേണ്ട ചില ആലോചനകൾ മാത്രം സൂചിപ്പിക്കുകയാണ്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാതി അൽ മൗത്ത്. തീർച്ചയായും എല്ലാ സന്തോഷങ്ങളെയും മുറിച്ചു കളയുന്ന, അറുത്തുമാറ്റി കളയുന്ന ആ മരണമാകുന്ന ആ ചിന്തയെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് ആവർത്തിച്ച് പറയുന്ന ഹദീസുകൾ കാണാൻ കഴിയും. മരണത്തെപ്പറ്റി നിരന്തരം ഓർക്കണമെന്ന് നമ്മുടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്താണ് മരണത്തെപ്പറ്റി ഓർത്താൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ? ഇനി അങ്ങനെ നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, മരണത്തെപ്പറ്റി നിങ്ങൾ ഓർത്താലുള്ള 3 ഗുണങ്ങൾ. അത് ഓർത്തില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന 3 ശിക്ഷകൾ. മൻ അക്സറ മിൻ ദിക്റിൽ മൗത്ത് അക്രിം ബിസലാസതി അഷ്യാ. മരണത്തെപ്പറ്റി ധാരാളമായി ഓർക്കുന്ന ആളുകൾ അവർക്കുണ്ടാവുന്ന 3 ഗുണങ്ങളെപ്പറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ഒന്ന്, തഅജീലു തൗബ. എനിക്ക് ഒരു മരണം വരാനുണ്ട് എന്നും അത് ഏത് നിമിഷവും കടന്നു വരാം എന്നും ചിന്തയുള്ളൊരു വ്യക്തി, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഇരിക്കുന്ന ഇരുത്തം, നമ്മളെല്ലാവരും ഒരു ഖുത്ബയിൽ ഒരു ജുമാ ദിവസം നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ഇരുത്തത്തിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വീടുകളിലേക്കോ ജോലി സ്ഥലങ്ങളിലേക്കോ പോകുമെന്ന് യാതൊരു ഉറപ്പും നമുക്കില്ല. ഈ ചിന്തയുള്ളൊരു വ്യക്തി, സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ഒരു ഗുണം തഅജീലു തൗബ. ആ വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ തൗബയിലേക്ക് മടങ്ങുമെന്നുള്ളതാണ്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. പലപ്പോഴും തെറ്റുകൾ നമുക്കൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവാം. നമ്മുടെ നാവ് കാരണം, നമ്മുടെ കണ്ണിലൂടെ, നമ്മുടെ കാതുകളിലൂടെ പല തെറ്റുകൾ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടാവാം. പക്ഷെ ആ തെറ്റ് സംഭവിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങി വീണ്ടും തൻ്റെ സൽപാന്താവിലൂടെ പോകാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ, തൗബ എന്ന ഗുണം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈ മരണചിന്ത ഉണ്ടാവണമെന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, എല്ലാവരും പൊതുവേ ഒരു 60-70 വയസ്സൊക്കെ ആകുമ്പോഴാണ് മരിക്കാറുള്ളത്. എന്നാൽ ഞാനിപ്പോൾ എന്തായാലും 60 ആയിട്ടില്ലല്ലോ, ഒരു 30-40 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് എന്തായാലും എൻ്റെ മരണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ തെറ്റൊക്കെ ചെയ്യാം. എല്ലാവരും ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ കാണാറില്ലേ? ഇപ്പം ആരപ്പം തെറ്റൊക്കെ ചെയ്യാതെ ജീവിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ ബുദ്ധിയുള്ളൊരു വ്യക്തി ചിന്തിക്കുക എങ്ങനെയാണ്? ഈ ഒരു ഇരുത്തം, ഇത് ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോലും എനിക്ക് കഴിയുമോ? അങ്ങനെ കഴിയാത്ത എത്ര സന്ദർഭം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പാണ് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത കണ്ടത്. ഒരു വ്യക്തി ഖബർ കുഴിക്കിയിരുന്ന ആ വ്യക്തിയുടെ പണി, അന്ന് രാവിലെ ഖബർ കുത്തിയ വ്യക്തി അന്ന് ഉച്ചയ്ക്ക് ശേഷം ആ വ്യക്തി മരണപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം രാവിലെ കുത്തിയ അതേ ഖബറിലേക്ക് ആ വ്യക്തിയെ എടുത്ത് കടത്തുന്ന അവസ്ഥ, ആ ഖബറിൻ്റെ അവകാശിയാകുന്നൊരവസ്ഥ, ഇത് നമുക്ക് ഏവർക്കും ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമാണ് അല്ലേ? ഒരു പ്രശ്നവുമില്ല നമ്മൾ പ്രകടമായി തോന്നിക്കുന്ന പല വ്യക്തികൾക്കും ഹാർട്ട് അറ്റാക്ക് പോലെ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെ പലതും ഉണ്ടാകുന്ന സാഹചര്യം നമുക്ക് ഏവർക്കും ഉണ്ടാകാവുന്ന യാഥാർത്ഥ്യമാണ് ഇതൊക്കെ. അത് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും തൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ പുഴുക്കുത്തുണ്ടായി കഴിഞ്ഞാൽ, ഒരു ചെറിയ പിഴവ് സംഭവിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങാൻ സാധിക്കും. രണ്ടാമതായിക്കൊണ്ട് മരണത്തെ കൂടുതൽ ഓർക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം ഖനാഅത്തുൽ ഖൽബ്. അവൻ എന്താണോ കിട്ടിയത് അതിൽ തൃപ്തിയിടാൻ കഴിയുന്നുള്ളതാണ്. വലിയ ധൂർത്തും അഹങ്കാരവും അല്ലെങ്കിൽ ആർത്തിയും ഒന്നും വെച്ച് പുലർത്താതെ തനിക്ക് ലഭിക്കുന്നത് എന്താണോ അതിൽ തൃപ്തി അടയാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് മരണത്തെ ഓർക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാവുക.
അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുങ്ങൾ, ഈ ഭൂമിയിലെ ജീവിതമാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി സ്വാഭാവികമായിട്ട് എന്താണ് ആലോചിക്കുക? തന്നേക്കാൾ മുകളിലൊരു വ്യക്തി, അവന് എന്ത് വിഭവങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ എനിക്കും ലഭിക്കണം, അത് കിട്ടിയാലോ അതിനേക്കാൾ മുകളിൽ കിട്ടണം എന്ന മുകളിലേക്ക് ചിന്തിച്ച് പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും ദുനിയാവിന് വേണ്ടി ഓടുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ മരണത്തെപ്പറ്റി ചിന്തയുള്ള വ്യക്തി തനിക്ക് എന്താണോ അള്ളാഹു നൽകിയത് അതിൽ പൂർണ്ണമായും തൃപ്തി അടയുന്ന മനസ്സമാധാനമുള്ള ഒരു മനസ്സുണ്ടാവാൻ അവന് കഴിയുന്നുള്ളതാണ്. മൂന്നാമത്തേത് വനശാത്തുൽ ഇബാദ, ഇബാദത്തുകളിൽ, ആരാധനകളിൽ വലിയ ഊർജ്ജവും ആവേശവും അത്തരം വ്യക്തികൾക്ക് ഉണ്ടാവുന്നതാണ്. മരണത്തെപ്പറ്റി എപ്പോഴും ആലോചിക്കുന്ന വ്യക്തികൾക്ക് അവർ നമസ്കരിക്കുന്ന നമസ്കാരം ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമസ്കരിക്കാൻ കഴിയും. നമ്മുടെ നമസ്കാരം എങ്ങനെയാവണമെന്നാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്? നമ്മൾ ജുമയാണ് നമസ്കരിക്കുന്നതെങ്കിൽ ഇതിന് ശേഷം ഒരു അസ്ർ നമസ്കാരത്തിന് ജമാഅത്തിന് ഞാൻ ഉണ്ടാവുമോ? ഒരു ഉറപ്പ് നമുക്ക് പറയാൻ കഴിയില്ല. ആ ചിന്തയോടുകൂടി, പൂർവാധികം ആവേശത്തോടുകൂടി, ഈമാനികമായി ഏറ്റവും ഊർജ്ജത്തോടുകൂടി നമസ്കരിക്കാനും നമ്മുടെ ഇബാദത്തുകൾ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, മരണത്തെപ്പറ്റി യാതൊരു ചിന്തയുമില്ലാതെ ഈ ഭൗതികതയാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന, ഇവിടെ ലഭിക്കുന്ന ഈ ദുനിയാവിലെ സാഹചര്യങ്ങളാണ് ഏറ്റവും ആത്യന്തികമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക്, ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന 3 കാര്യങ്ങൾ, അവരെ 3 കാര്യങ്ങൾ കൊണ്ട് ശിക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. ഒന്ന്, തസ്വീഫ് തൗബ, അവൻ തൗബ നീട്ടിവെക്കും. നാളെ നീളെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൗബയെ മാറ്റിവെക്കും. ഇപ്പം തന്നെ തൗബ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ ഒരു 60-70 വയസ്സൊക്കെ ആകുമ്പോഴല്ലേ സാധാരണ മരണപ്പെടാറുള്ളത്. അപ്പം അത്രയും വയസ്സൊക്കെ ആവട്ടെ, അല്ലെങ്കിൽ ഒന്ന് ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് ഒന്ന് വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കുന്ന സമയത്തൊക്കെ ആവാം തൗബ ചെയ്യുന്നത്. ഇപ്പം തന്നെ കുറച്ച് തൗബയൊക്കെ ചെയ്ത് ജീവൻ വളരെ കുടുസാക്കുക എന്നതൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. എനിക്ക് കുറച്ചൊന്ന് അടിച്ചു പൊളിക്കണം എന്ന ചിന്ത അവൻ്റെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ്. തൗബയെ നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം. രണ്ടാമതായിക്കൊണ്ട് വത്തറക്കുൽ കഫാഫ്, ഒന്നുകൊണ്ടും തൃപ്തി വരാത്ത മനസ്സ്, എല്ലാം ഇനിയും ഒരുപാട് നേടണമെന്ന് ചിന്തിക്കുന്ന മനസ്സ് അത്തരം ആളുകൾക്ക് ഉണ്ടാവും. വതകാസുലു അനിൽ ഇബാദ, ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വലിയ മടിയും അലസതയും ആ വ്യക്തിക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നമസ്കാരം വധു എടുത്ത് നമസ്കരിക്കാൻ നിൽക്കുകയൊക്കെ ചെയ്യും, നോമ്പുകൾ നോക്കും, ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിലൊന്നും ഒരു നിലയ്ക്കും ആത്മാർത്ഥത ഇല്ലാതെ, വഖാമു കുസാല എന്ന് പറഞ്ഞതുപോലെ തീർത്തും അലസമായിക്കൊണ്ട്, ആർക്കോ വേണ്ടി നിയ്യത്തിലൊന്നും ഒരു പ്രാധാന്യവും കൊടുക്കാതെ എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യുന്നു എന്നതുപോലെ കേവലം ചില അധര വ്യായാമങ്ങളായി അവരുടെ ഇബാദത്തുകൾ മാറുമെന്നുള്ളതാണ്. അതുകൊണ്ട് മരണത്തെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക്, മരണം എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത് ഈ ആദ്യം പറഞ്ഞ 3 ഗുണങ്ങളാണ്. ഒന്ന്, തൗബയെ പറ്റി വളരെ പെട്ടെന്ന് തന്നെ തെറ്റുകളിൽ നിന്ന് തിരിച്ചു മടങ്ങി തൗബ ചെയ്യുന്നൊരവസ്ഥ. 2, മനസ്സുകൾ എന്താണോ അള്ളാഹു നമുക്ക് നൽകിയത് അതിൽ പൂർണ്ണമായും തൃപ്തി അടയുന്ന ഒരു സാഹചര്യം. 3, ഇബാദത്തുകളിൽ ഏറ്റവും അധികം ഊർജ്ജസ്വലമായി അതിന് ഏറ്റവും ആവേശമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യർ എന്ന നിലയ്ക്ക് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ട 3 ഗുണങ്ങൾ എന്നുള്ളത്. സഹോദരങ്ങളെ, നാം ഏവരും നമ്മുടെ ജീവിതം അത്തരത്തിൽ നമ്മുടെ പരലോകത്തിന് അനുഗുണമായ രൂപത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇതിന് നമുക്ക് സഹായകമാവുന്ന 7 പ്രധാനപ്പെട്ട ഗുണങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കർമ്മപദങ്ങളിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സബഉൻ യജ്രിൽ അബ്ദി അജ്റുഹുന്നഹു വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതി, മരണത്തിന് ശേഷം നമ്മുടെ ഖബറിലേക്ക് അണമുറിയാതെ എത്തുന്ന 7 കർമ്മങ്ങളെപ്പറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. മരണശേഷവും നമ്മുടെ ഖബറിലേക്ക് ഒഴുകിയെത്തുന്ന പ്രതിഫലങ്ങൾ 7 വിഷയങ്ങളാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. ഒന്ന്, മൻ അല്ലമ ഇൽമ, ഇൽമ നേടുക എന്നത് തന്നെയാണ്. പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കുന്നുണ്ടാവും, ഇൽമ നേടുക അല്ലെങ്കിൽ അറിവ് നേടുക എന്നതൊക്കെ, നമ്മളൊക്കെ കുറച്ചൊക്കെ അറിവ് നേടിയ ആൾക്കാരാണല്ലോ, മദ്രസയിൽ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, അതിനുശേഷം അവിടെയും ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട്. എന്നതിനപ്പുറം നമ്മുടെ ദീനീപരമായ അറിവ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ സ്വയം ചോദിച്ചാൽ മതി. നമസ്കാരത്തിലെ പ്രാർത്ഥനകളെല്ലാം പൂർണ്ണമായും അർത്ഥസഹിതം മനസ്സിലാക്കിയ ആളുകൾ, അല്ലെങ്കിൽ ഒരൊറ്റ ഉദാഹരണം നമ്മളൊക്കെ സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി. മയ്യത്ത് നമസ്കാരം ഉണ്ടാവുമ്പോൾ ആ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകളും ആ പ്രാർത്ഥനയുടെ അർത്ഥവും ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് ഞാൻ നിങ്ങളൊക്കെ. അല്ലെങ്കിൽ ഒരു മയ്യത്ത് നമ്മുടെ മുമ്പിലൊരു നമ്മുടെ ഉമ്മയോ ഉപ്പയോ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോ മരണപ്പെട്ടു പോവുകയാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ജനാസയെ സംസ്കരിക്കുന്ന ആ മുറകളെല്ലാം കൃത്യമായി ദീൻ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ ചെയ്യാൻ കഴിയുന്ന, അതറിയുന്ന ആളുകളാണോ നമ്മൾ? ആ ദീനി വിജ്ഞാനം ഉൾക്കൊള്ളുന്ന, അത് പഠിച്ച ആളുകളാണോ നമ്മളൊക്കെ? അല്ലെ, അതൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തോളും എന്ന് ചിന്തിക്കുന്ന ആളുകളാണോ? സഹോദരങ്ങളെ, മതപരമായ വിജ്ഞാനം എന്നുള്ളത് നിർബന്ധമായി നമ്മൾ നേടേണ്ട വിജ്ഞാനങ്ങൾ, അത് നമ്മൾ നേടിയേ തീരൂ. കാരണം അതിലൂടെ നമുക്ക് പരലോകത്ത് വലിയ മോക്ഷം ഉണ്ടാവുള്ളൂ. നമ്മൾ നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും ഖബറിലേക്ക് എത്തുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള, പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കർമ്മം എന്നത് മൻ അല്ലമ ഇൽമ, അറിവ് നേടുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്കാണ് ഒന്നാമത്തെ കർമ്മമായി പറഞ്ഞത്. വിജ്ഞാന സമ്പാദനത്തെ ഇസ്ലാം എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. നമുക്കറിയാം,
വായനയുടെയും പഠനത്തിൻ്റെയും ഒക്കെ പുതിയ ലോകത്തെ എപ്പോഴും സ്വായത്തമാക്കണമെന്ന് കൽപ്പിക്കപ്പെടുന്ന മതമാണ് ഇസ്ലാം. മറ്റൊരു മതത്തിനും ദർശനത്തിനും അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നതും ആ പഠനം മതപരമായ പഠനത്തെ ഏറ്റവും ആത്യന്തികമായി നമ്മൾ കാണണമെന്നും ആ പഠനത്തിലൂടെയാണ് നമുക്ക് നാളെ പരലോകത്ത് മോക്ഷം ഉണ്ടാവുകയുള്ളൂ എന്നും പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് ഞാൻ നിങ്ങളൊക്കെ. യുത്തിൽ ഹിക്മത മൻ യശാഉ വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയാണ്, യുത്തിൽ ഹിക്മത മൻ യശാഉ, അല്ലാഹു ഹിക്മത്ത് കൊടുത്തിട്ടുള്ളത്, വിജ്ഞാനം കൊടുത്തിട്ടുള്ളത് അല്ലാഹു ഇഷ്ടമുള്ള ആളുകൾക്കാണ്. വമൻ യുതൽ ഹിക്മത, ആർക്കാണോ ആ ഹിക്മത്ത് കൊടുത്തിട്ടുള്ളത്, ഫഖദ് ഊതിയ ഖൈറൻ കസീറൻ, അത്തരം ആളുകൾക്ക് അല്ലാഹു ഒരുപാടധികം ഖൈർ അല്ലെങ്കിൽ നന്മ പ്രദാനം ചെയ്യുന്നുണ്ട്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ഉറ്റാലോചിക്കുന്ന ആളുകൾ അവരിൽ നമ്മൾ പെടണമെന്ന് അല്ലാഹു ആവർത്തിച്ച് കൽപ്പിക്കുകയാണ്. സർ, ഇവിടെ ഈ പറഞ്ഞ ഈ ആയത്തിൽ പറഞ്ഞ ഹിക്മത്തിൻ്റെ വിവക്ഷയായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന ഒരുപാടധികം കൗല് നമുക്ക് കാണാൻ കഴിയും. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇവിടെ ഹിക്മത്ത് എന്നത് ഉദ്ദേശിച്ചത് മതപരമായ വിജ്ഞാനം നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ പ്രാധാന്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ പറ്റിയും കാരുണ്യത്തെ പറ്റിയും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ബോധ്യവുമാകുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ വിജ്ഞാനം കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ ദീനി വിജ്ഞാനം കൂടുതൽ ഉൾക്കൊള്ളുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റിയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെപ്പറ്റിയുമുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവുകയും അത് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ പ്രേരകമാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അത്തരം ഇൽമ് നേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം ഇൽമ് നേടുന്ന ആളുകൾ, മതപരമായ അറിവ് നേടുന്ന ആളുകൾ, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവരെല്ലാം അവർ സ്വർഗത്തിലേക്കുള്ള പാതയിലാണ് എന്നാണ് പറയുന്നത്. മതപരമായ അറിവ് നേടാൻ ആരെല്ലാം തുനിഞ്ഞിറങ്ങുന്നുവോ അവരെല്ലാം സ്വർഗത്തിൻ്റെ പാതയിലാണ്, ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്ന് പറയുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ദീനിയ ഇൽമ് നേടാൻ നമുക്ക് ഏവർക്കും കൃത്യമായ ഒരു ചിട്ട ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ അറിവ് നമ്മൾ അവിടെ ഇവിടെ നേടിയിട്ടുണ്ട് എന്ന ചിന്തയിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പക്ഷേ കൃത്യമായും തുടർച്ചയായിക്കൊണ്ടും നമ്മൾ നമ്മുടെ മതപരമായ ഇൽമ് അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സ്റ്റെപ്പുകൾ എടുക്കുമെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിന് പണ്ട് കാലത്തുണ്ടായിരുന്നത് പോലെ ഒരുപാട് യാത്രകളൊന്നും ചെയ്യേണ്ടി വരില്ല. ഇന്ന് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പല കോഴ്സുകളും കേൾക്കാൻ പറ്റും, പല ക്ലാസ്സുകളും ഇന്ന് യൂട്യൂബിലും മറ്റൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ അതിന് സമയം കണ്ടെത്തുന്നുണ്ടോ, നമ്മുടെ ഇൽമ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ടോ എന്നുള്ള ചോദ്യം നാം സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട്. നോക്കൂ, 9-ാം നൂറ്റാണ്ടിന് തുടക്കങ്ങളിലാണ് ഇമാം ബുഖാരി തൻ്റെ ജീവിതം റഷ്യയുടെ പല ഭാഗങ്ങളിലായിട്ട് അദ്ദേഹത്തിൻ്റെ യാത്രകൾ നടത്തുന്നത്. അദ്ദേഹത്തിന് 16 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം തൻ്റെ യാത്രകൾ ആരംഭിക്കുന്നത്. ആ യാത്ര മുഴുവൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഹദീസുകളെ ക്രോഡീകരിക്കാൻ വേണ്ടി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് നടത്തിയ യാത്രകൾ 14,000 കിലോമീറ്ററുകളാണ് അദ്ദേഹത്തിൻ്റെ യാത്രയെ മൊത്തം പണ്ഡിതന്മാർ പറയുന്നത്. അദ്ദേഹം യാത്ര അന്ന് ആലോചിച്ച് നോക്കണം അന്നത്തെ യാത്രകൾ എങ്ങനെയായിരിക്കുമെന്നത്. പലപ്പോഴും കാൽനടയായിക്കൊണ്ടും കുതിരപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെ യാത്ര ചെയ്ത് 14,000 കിലോമീറ്ററുകളോളം അദ്ദേഹം ചുറ്റിക്കറങ്ങി തൻ്റെ ഒരു ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള യൗവന കാലഘട്ടം മുഴുവൻ ഈ യാത്രകളിലായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ബൃഹത്തായ ഗ്രന്ഥം ക്രോഡീകരിക്കുകയുണ്ടായി. 18 വയസ്സിൽ ഞാൻ നിങ്ങളൊക്കെ എവിടെയായിരുന്നു സുഹൃത്തുക്കളെ? നമുക്ക് ഇനിയും അവസരമുണ്ട്. അന്നത്തെ പോലെ ഈ 14,000-15,000 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരില്ല. ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണുകൾ നമുക്ക് നമ്മുടെ സമയത്തെ ഒന്ന് ക്രമീകരിച്ചാൽ ആഴ്ചയിൽ ഒരു ചുരുങ്ങി 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്കും ദീനിയ ഇൽമ നേടാൻ പറ്റും. എന്നും രാവിലെ ഒരു 5 മിനിറ്റ് സ്പീച്ച് കേട്ടാൽ നമുക്ക് നമ്മുടെ വിജ്ഞാനത്തിൽ അത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഈ രൂപത്തിൽ നമ്മുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം നമ്മൾ അറിയുന്ന കാര്യങ്ങളെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും വേണം. ഇവിടെ ആദ്യമായി സൂചിപ്പിച്ച വിഷയം മൻ അല്ലമ ഇൽമ, ഇൽമ് അത് പഠിപ്പിക്കുന്ന ആളുകൾ, അറിവ് പഠിപ്പിക്കുന്ന ആളുകളാണ് ഖബറിലേക്ക് അണമുറിയാതെ നന്മകൾ എത്തുന്ന ആളുകളുടെ കൂട്ടത്തിലെ 1-ാമത്തെ വ്യക്തി എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കറിയുന്ന നന്മകൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കൂടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ആലോചിക്കും, നമ്മൾ പല കാര്യങ്ങളും പലരോടും പങ്കുവെക്കാറുണ്ട്, പല നന്മകളും ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ മതപരമായ ഒരു അറിവ്, ഒരു തെറ്റ് ഒരു സുഹൃത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തുവാൻ അല്ലെങ്കിൽ നമുക്കറിയുന്നൊരു കാര്യം അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്നുള്ള ചോദ്യം നാം സ്വയം ചോദിച്ചു നോക്കേണ്ടതാണ്. ഇപ്പോഴും ഈ ഒരു സമയത്ത് പോലും അള്ളാഹു അല്ലാത്ത ഇലാഹ ഉണ്ട് എന്നും കോഴിക്കോട് ജില്ലയിലെ ഏതോ ഒരു പ്രദേശത്ത് മരണപ്പെട്ടു പോയ ഒരു വ്യക്തി, ആ വ്യക്തി ഞങ്ങളുടെ പടച്ചോനാണ് എന്നും പറഞ്ഞും പാടിയും നടക്കുന്ന ഒരുപാട് ആളുകൾ, തൗഹീദിന്റെ വിഷയത്തിൽ പോലും വളരെ ഗുരുതരമായ പിഴവ് സംഭവിച്ചു പോയ ഒട്ടനേകം സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് നമ്മൾ മനസ്സിലാക്കിയ യഥാർത്ഥ ദീൻ ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഗൗരവത്തോടെ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഈ ദീനിയ ഇൽമ് ഒന്നുമില്ലാതെ ഇപ്പോഴും അള്ളാഹു ആരെന്നറിയാത്ത രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സാധുക്കളായ ആളുകളുണ്ട്. നിങ്ങൾ ആലോചിക്കൂ, നമ്മളെല്ലാവരും നാം മനസ്സിലാക്കിയ സ്വായത്തമാക്കിയ ഈ അറിവ് ഉപയോഗിച്ചുകൊണ്ട്
ഈ ആളുകളിലേക്കൊക്കെ എത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, നാം പഠിച്ചു മനസ്സിലാക്കിയ അറിവ് അവർക്കെല്ലാം പകർന്നു കൊടുക്കാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കില്ലേ? നാം ഏവരും ഈ പറഞ്ഞതുപോലെ നന്മകൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, പലപ്പോഴും പറയുന്നവരാണ്, അല്ലെങ്കിൽ തിന്മയെ തടുക്കുന്ന ആളുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബൈക്ക് സ്റ്റാൻഡ് തട്ടാതെ പോവുകയാണെങ്കിൽ നമ്മളെല്ലാവരും ആ വ്യക്തിയെ എന്താ പറയുക? ആ സ്റ്റാൻഡ് ഒന്ന് തട്ടിട്ടോ എന്ന് പറയാറുണ്ടല്ലേ? അത് എന്ത് ചിന്തിച്ചുകൊണ്ടാണ്? ആ വ്യക്തിയുടെ മതം ആലോചിച്ചുകൊണ്ടാണോ? പേരാലോചിച്ചുകൊണ്ടാണോ? ജാതി ആലോചിച്ചുകൊണ്ടാണോ? അല്ല, ആ വ്യക്തി ഒരു അപകടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ തടയണം എന്ന ആഗ്രഹം കൊണ്ടാണ് ആ സ്റ്റാൻഡ് തട്ടാൻ വേണ്ടി പറയുന്നത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കൂട്ടത്തിലുള്ള തൗഹീദിൽ പോലും പിഴച്ചു പോയിട്ടുള്ള ആളുകൾ, പിഴവ് സംഭവിച്ചു പോയിട്ടുള്ള, തെറ്റിപ്പോയിട്ടുള്ള ആളുകൾ, അവർക്ക് നാളെ പോകാനുള്ളത് എങ്ങോട്ടായിരിക്കും? നരകത്തിലേക്കാവാൻ സാധ്യതയുണ്ട്, അല്ലേ? എങ്കിൽ അവരെ ആ നരകത്തിൽ നിന്നും കൈപിടിച്ച് കയറ്റാനുള്ള, ലോകത്തെ ഈ ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ഒരവസ്ഥയാണ് നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുക എന്നുള്ളത്. അതിൽ നിന്നും അവരെ കരകയറ്റാൻ നാം പഠിച്ച് മനസ്സിലാക്കിയ ഇൽമു കൊണ്ട് നമുക്ക് ഒരുങ്ങി ഇറങ്ങാൻ സാധിക്കേണ്ടതുണ്ട്. അതൊരുപക്ഷെ വലിയ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടായിരിക്കില്ല, വാട്സപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു നല്ല മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്താൽ തന്നെ ഒരു അറിവ് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കിക്കൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹജീവികളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുവാൻ, ഈ സന്ദേശം എത്തിക്കുവാൻ, ഈ അറിവ് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അല്ലമ ഇൽമൻ എന്ന ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം, ഖബറിലേക്ക് അണമുറിയാതെ നന്മകൾ എത്തുന്ന രണ്ടാമത്തെ വിഭാഗം, ഔ അജ്റ നഹ്റൻ, ഒരു പുഴ ഒരുക്കി കൊടുക്കുന്ന വ്യക്തിയാണ്. പലപ്പോഴും ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയാറുള്ളത് കേവലം ഒരു പള്ളിയുടെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു മതം എന്നാണ്. പക്ഷേ ഇവിടെ മറിച്ചാണ് ഇസ്ലാം പറയുന്നത്. എന്തെല്ലാം സാമൂഹ്യപരമായി നമുക്ക് ചെയ്യാൻ കഴിയുമോ, ഒരു സമൂഹത്തിന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം നിങ്ങൾ ഒരുങ്ങി ഇറങ്ങണം. പൊതുവായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല നന്മകൾ, ജനങ്ങൾക്കും അതൊരുപക്ഷെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല നന്മകളിൽ നമ്മൾ മുമ്പിൽ ഉണ്ടാവണം. ഒരു പുഴ ഒരുക്കി കൊടുക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുളം കുത്തി കൊടുക്കാനാണെങ്കിൽ നമ്മളതിന് മുമ്പിൽ ഉണ്ടാവണം. ഒരു കിണർ കുത്തി കൊടുക്കാനാണെങ്കിൽ നമ്മളതിൽ ആദ്യം ഒരുങ്ങി ഇറങ്ങണം. അവിടെയൊക്കെ നമ്മൾ നമ്മുടെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, ഔ ഹഫറ ബിഅറൻ, ഒരു കിണർ കുഴിച്ചു കൊടുക്കുന്ന വ്യക്തി എന്നുള്ളതാണ്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും തൻ്റെ സദസ്സിൽ ഒന്നിച്ചിരിക്കുകയാണ്. അവർക്ക് വലിയൊരു പ്രയാസം മുമ്പിലുണ്ട്. തങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളമില്ല. വെള്ളമുള്ളത് റൂമാ കിണറിലാണ്. ഈ റൂമാ കിണറാവട്ടെ അവിടെ ഒരു ജൂതനായ സഹോദരൻ്റെ കയ്യിലാണ്. അപ്പോൾ ജൂതൻ്റെ കയ്യിൽ നിന്ന് റൂമാ കിണർ വാങ്ങണം, അതിന് വലിയ വിലയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ പറയാണ്, നല്ല ധനം കൊടുത്ത് ആരാണ് ഈ റൂമാ കിണറൊന്ന് വാങ്ങി വെക്കുക? മുസ്ലിങ്ങൾ കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിനും അവന് കൂലി ലഭിച്ചുകൊണ്ടേയിരിക്കും, അവന് സ്വർഗമുണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഓടി വന്ന ആ കിണർ, തൻ്റെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ കൊടുത്തുകൊണ്ട് ആ കിണർ വാങ്ങുകയാണ്. അതിനൊന്നും യാതൊരു മടിയും ഇസ്ലാമിക സമൂഹം അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തെല്ലാം പൊതു നന്മകളുണ്ടോ അവിടെയൊക്കെ നമ്മൾ മുമ്പിലുണ്ടാവുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നാലാമത്തെ വിഷയം പറഞ്ഞത് ഒരു ഈന്തപ്പന നട്ടാൽ എന്നുള്ളതാണ്. ഈ ഹദീസിന്റെ വിവക്ഷയെ പറയുന്നത് ഈന്തപ്പനയാവട്ടെ എന്തെങ്കിലും ഒരു ചെടി നടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ചെടി നടുക എന്നത് ഒരു ചില്ലറ കാര്യമല്ല. ആലോചിച്ച് നോക്കൂ, ആ ചെടി ഒരുപക്ഷെ നമ്മളിപ്പോൾ നട്ടു കഴിഞ്ഞാൽ നാളെ നമ്മുടെ മരണശേഷം നമ്മൾ ഖബറിലായിരിക്കുമ്പോഴായിരിക്കും ആ ചെടിയുടെ ഒരു വിത്ത് ഇങ്ങനെ മുളച്ചു വന്ന് അതൊരു കായായിക്കൊണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുക. അതൊരു പക്ഷേ ഒരു മനുഷ്യനായിരിക്കും എടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കിളിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവജാലങ്ങളായിരിക്കാം. ആർക്കെങ്കിലും ഉപകാരമുണ്ടാവുക നമ്മുടെ മരണശേഷമായിരിക്കാം. അതിന് പോലും നമുക്ക് പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന, അത് സ്വതക്കയായി നമുക്ക് മാറുമെന്ന് പഠിപ്പിക്കപ്പെടുന്ന മതമാണ് ഇസ്ലാം. ആലോചിച്ച് നോക്കണം, നമ്മൾ പോലും ചിന്തിക്കാത്ത രൂപത്തിൽ നമ്മുടെ ഖബറിലേക്ക് സ്വതക്കയുടെ കൂലി, ദാനധർമ്മത്തിൻ്റെ കൂലി ലഭിക്കാൻ മാത്രം വലിയൊരു നന്മയായിക്കൊണ്ടാണ് ഇത്തരത്തിൽ ചെടികൾ നടുക എന്ന വിഷയത്തെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്കൊക്കെ അതിന് എന്താണ് ചിലവുള്ളത്? ഒരുപക്ഷെ ഒരു ജൂൺ 5-നൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിലേക്ക് തന്നെ എത്തുന്ന പല തൈകളുണ്ടാവും. അതൊന്ന് നട്ടുപിടിപ്പിച്ച് അതിനെ ഇടയ്ക്കൊന്ന് പരിപാലിക്കുക എന്നത് നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ പലപ്പോഴും അത്തരം ചില നന്മകളിലേക്ക് നമ്മുടെ ചിന്തകൾ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം നാം സ്വയം ആലോചിച്ച് നോക്കേണ്ടതാണ്. അഞ്ചാമതായിക്കൊണ്ട് വിഷയം പറയുന്നത് ഔ ബന മസ്ജിദൻ, പള്ളി നിർമ്മിക്കുക എന്നുള്ളതാണ്. പള്ളി നിർമ്മിക്കുന്നത് ഒരുപാടധികം പുണ്യങ്ങളുള്ള കാര്യമാണ്. നമുക്കറിയാവുന്നതാണ്. ആ പള്ളിയിൽ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ, സുജൂദ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഓഹരി നമുക്കും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു പള്ളിയിലൂടെ നന്മയല്ലാതെ മറ്റെന്തുണ്ടാവുക? നന്മകൾ മാത്രം ഉണ്ടാവുന്ന, അതിൻ്റെ പ്രസരണ കേന്ദ്രമാകുന്ന ആ പള്ളിയുടെ നിർമ്മാണത്തിനും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തൊട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ചെറിയൊരു ഓഹരി നമ്മൾ കൊടുക്കുമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. മസ്ജിദ് നബിയുടെ പിന്നിൽ ഒരു കഥ പറയാറുണ്ട്. മസ്ജിദ് നബവി ആ സമയത്ത്, മസ്ജിദ് നബി ഉണ്ടാകുന്നതിന് മുമ്പ് അത് ബനു നജ്ജാർ ഗോത്രത്തിന് കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, ഈ സ്ഥലത്തിന്, മസ്ജിദ് നബി ഇപ്പോൾ നിലനിൽക്കുന്ന ആ സ്ഥലത്തിന് നിങ്ങൾ എത്ര വില നൽകും?
എത്ര വില നിങ്ങൾക്ക് നൽകിയാലാണ് നിങ്ങൾ സ്ഥലം ഞങ്ങൾക്ക് തരിക എന്ന് ചോദിച്ചപ്പോൾ ബനു നജാർ ഗോത്രം ഒന്നടങ്കം പറഞ്ഞൊരു മറുപടി ഉണ്ട്. വല്ലാഹി ലാ നത്ലുബു സമനഹു ഇല്ലാ ഇലല്ലാഹ്. ഞങ്ങൾ ഒരു പ്രതിഫലവും ഇതിനാവശ്യപ്പെടുന്നില്ല, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതല്ലാതെ എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ അടുക്കൽ എന്താണോ ഞങ്ങൾക്ക് ലഭിക്കുന്നത് അത് പൂർണ്ണമായും സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു, അല്ലാത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട റസൂലേ എന്ന് പറഞ്ഞ് തങ്ങളുടെ ഈ ഒരു ഭൂമി വഖഫായിക്കൊണ്ട് ദാനം ചെയ്യുന്ന ആ ദാനം ചെയ്ത ആ ഭൂമിയിലാണ് മസ്ജിദ് നബവി സ്ഥിതി ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം, മസ്ജിദ് നബവിയുടെയൊക്കെ പുണ്യവും ശ്രേഷ്ഠത എത്രത്തോളാണ്. ആ പുണ്യം ലഭിക്കാൻ അവർക്ക് കാരണമായത് ആ ഒരു സ്വതക്കയാണെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളും അത്തരം പള്ളിയാകുന്ന അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മുടെ ദാനധർമ്മങ്ങളും ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പള്ളിയുടെ ഒരു പിരിവുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മടി കാണിച്ച് പള്ളി പിരിവല്ലേ, ഞാൻ വേറെ പള്ളിക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകുന്ന അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. നമ്മുടെ അടുക്കൽ ഒരിക്കലും അത്തരം വിഷയങ്ങൾ ഉണ്ടായിക്കൂടാ. ഈ പള്ളിയിലൂടെ തൗഹീദ് പ്രസരിക്കുന്ന പള്ളിയാണെങ്കിൽ അതിന് ദാനധർമ്മം ചെയ്യാൻ നമുക്ക് യാതൊരു മടിയും ഉണ്ടായിക്കൂടാ എന്ന ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. ആറാമതായിക്കൊണ്ട് ഒരു മുസ്ഹഫിൻ്റെ കോപ്പി അത് കൊടുക്കുകയാണെങ്കിൽ അതിനും ഈ പറഞ്ഞതുപോലെ ഖബറിലേക്ക് അണമുറിയാത്ത നന്മകൾ ലഭിക്കും എന്നുള്ളതാണ്. നാം ദാനം ചെയ്ത നമ്മുടെ സമ്പത്ത് കൊണ്ട് ഒരു മുസ്ഹഫിൻ്റെ കോപ്പി ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഓതുന്ന ആ മുസ്ഹഫിലെ ഓരോ ഖുർആൻ വാചകത്തിനും നമുക്കും പ്രതിഫലം ലഭിക്കുമെന്ന് പറയുമ്പോൾ എത്രത്തോളം ശ്രേഷ്ഠകരമായ കാര്യങ്ങളൊക്കെ. അത്തരത്തിൽ മുസ്ഹഫ് കൊടുക്കുക, പലപ്പോഴും അതിൻ്റെ നിയ്യത്താണ് നമ്മൾ പ്രാധാന്യത്തോടെ കാണേണ്ടത്. നമ്മളൊരു മുസ്ഹഫ് കൊടുക്കുമ്പോൾ നാട്ടുകാരെ കാണിച്ചു കൊടുക്കുന്ന രൂപം നമുക്ക് ഉണ്ടാവരുത്. അത് ആത്മാർത്ഥമായി ഈ വ്യക്തി പാരായണം ചെയ്തതിൻ്റെ അതേ പ്രതിഫലം എനിക്കും ലഭിക്കണമെന്ന ചിന്തയോടുകൂടി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നാളെ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കും അതിൻ്റെ ഒരു ഓഹരി കിട്ടുന്നുള്ളതാണ്. ഏഴാമതായും അവസാനമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മൾ ഒരു മകനെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ മരണശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ നമുക്കുണ്ടെങ്കിൽ അതും നമുക്ക് നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം എത്തുന്ന ഒരു കർമ്മമാണെന്നുള്ളതാണ്. സാധാരണ വളരെ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ മക്കളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉപകാരപ്പെടുന്ന രൂപത്തിൽ വളർത്തുക എന്നുള്ളത്. പല രക്ഷിതാക്കളും പലപ്പോഴും മക്കളില്ലാത്ത രക്ഷിതാക്കൾക്ക് ഉള്ളതിനേക്കാൾ ഏറ്റവും വലിയ ആശങ്കയാണ് മക്കളുള്ള അവരുടെ കൗമാര പ്രായത്തിൽ വളരുന്ന രക്ഷിതാക്കൾക്കുള്ളത്. എങ്ങനെയാണ് ഈ മക്കളെ ദീനി മാർഗത്തിൽ ഉറച്ചു നിർത്തുക എന്നുള്ള വലിയ ആശങ്കയാണുള്ളത്. ഒരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ, നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതവുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ ഇബാദത്തുകളുടെ കാര്യത്തിലാവട്ടെ ദീനീപരമായ എന്തെല്ലാം വിജ്ഞാനങ്ങളുടെ കാര്യത്തിലാവട്ടെ അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ സ്വയം മാതൃകയായിക്കൊണ്ട് അവരെയും നമ്മുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകാനും ഈ ഭൂമിയിൽ എന്തെല്ലാം കർമ്മങ്ങളിലൂടെ നമുക്ക് കൺകുളിർമ ലഭിക്കുമോ അതെല്ലാം നേടിയെടുക്കാനും അവരെയും അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളിൽ നമ്മുടെ കൂടെ കണ്ടെത്തുവാനുള്ള സമയം നമ്മൾ നൽകണം. പലപ്പോഴും വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ മക്കളുടെ അക്കാഡമിക്സ് കാര്യങ്ങൾ മാത്രം നമ്മൾക്ക് ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. പക്ഷേ നാളെ നമുക്കും അവർക്കും ഒക്കെ പോകാനുള്ള ആ പരലോക ലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ സ്വരൂപിക്കാൻ മക്കളെ ചേർത്ത് നിർത്താൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ പോലും ഒരു നിലയ്ക്കും തെറ്റ് സംഭവിച്ചു പോകുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെട്ടു പോകരുത്. നമ്മുടെ മക്കളെ നമ്മളെപ്പോലെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് മതപരമായ വിജ്ഞാനം കൃത്യമായി നൽകിക്കൊണ്ട് എവിടെയാണോ അവർക്ക് പിഴച്ചു പോകുന്നത് ആ പിഴവ് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നല്ല കൂട്ടായ്മകളിൽ നല്ല കൂട്ടുകെട്ടുകളിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിൽ നല്ല മക്കളുണ്ടെങ്കിൽ ആ മക്കളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അതും നമുക്ക് ഖബറിലേക്ക് നാളെ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് അണമുറിയാത്ത നന്മകൾ ലഭിക്കാൻ കാരണമാവുമെന്നാണ് ഈ ഹദീസിൻ്റെ ആകെത്തുകയെ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ നന്മകളിൽ കൂടുതൽ മുന്നേറുവാനും നമ്മൾ നാളെ മരണപ്പെട്ട് പരലോകത്തെത്തുമ്പോൾ നമ്മുടെ ഖബറിലെത്തുമ്പോൾ വിചാരണയുടെ വേളയിൽ നമുക്കൊക്കെ വലിയ മുതൽക്കൂട്ടുകളാവുന്ന ഒരുപാട് കർമ്മങ്ങൾ നെയ്തെടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മരണശേഷവും നമുക്കൊക്കെ നമ്മുടെ ഖബറിടങ്ങളിലും അതിനുശേഷം വിചാരണയുടെ വേളയിലും ശേഷം സ്വർഗ്ഗനരകങ്ങൾ തീരുമാനിക്കുന്ന സമയത്തും നമുക്ക് ലഭിക്കേണ്ട പ്രതിഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. മരണം മുറിക്കാത്ത 7 കർമ്മങ്ങളാണ് ഒന്നുകൂടി ആവർത്തിക്കുന്നത്. 1 അറിവ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. 2 പുഴ ഒരുക്കി കൊടുക്കുക, കിണർ കുഴിച്ചു കൊടുക്കുക, ചെടി അല്ലെങ്കിൽ മരം നടുക, പള്ളി നിർമ്മിക്കുക, മുസ്ഹഫിൻ്റെ കോപ്പി കൊടുക്കുക, മരണാനന്തരം പ്രാർത്ഥിക്കുന്ന നല്ല മക്കളുണ്ടാവുക എന്നുള്ളതാണ്. ഈ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇത്തരത്തിൽ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നാളെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊക്കെ വളരെ ചെറിയ രൂപത്തിൽ ചെറിയ പരിശ്രമം ഇട്ടുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിഫലം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ.
അത്തരത്തിൽ വലിയ പ്രതിഫലം നേടാൻ ആവശ്യമായ അതിന് സഹായകമാകുന്ന ചില കർമ്മങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. ഇത്തരത്തിൽ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് എവിടെയാണ് നമ്മുടെ ജീവിതം ജോലി സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിലുമൊക്കെ നന്മകളിൽ ഏറ്റവും അധികം മത്സരിക്കുവാൻ വിശുദ്ധ ഖുർആൻ പല ആവർത്തി നമ്മോട് പറഞ്ഞതാണ്. വസാരിഉ വസാബിഖു വഫിറു ഇലല്ലാഹ്, നിങ്ങൾ നന്മകളിൽ മത്സരിക്കണം, നിങ്ങൾ നന്മകളിൽ മുൻകടന്നിരിക്കണം, നിങ്ങൾ അള്ളാഹുലേക്ക് കൂടുതൽ ഓടിച്ചെന്ന് അടുക്കണം എന്നെല്ലാം ആവർത്തിച്ച് പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കാണ് അറിയുക എവിടെയാണ് നന്മകൾ ഉണ്ടാവുക എന്നത്. ആ ബോധ്യത്തോടു കൂടി എവിടെയെല്ലാം നന്മകൾക്ക് സാഹചര്യമുണ്ടോ അത് നാമും നമ്മുടെ കുടുംബവും അതിലുണ്ട് എന്ന കാര്യം നാം ഉറപ്പുവരുത്തുക. ഒരു നിലയ്ക്കും നമുക്കെല്ലാവർക്കും തീർച്ചയായും പറയാൻ കഴിയുന്ന വിഷയമാണ് നമ്മുടെ മരണം എന്നത്. ആ മരണത്തെ ഏറ്റവും ഗൗരവകരമായി നോക്കിക്കാണുവാനും ആ മരണശേഷമുള്ള യഥാർത്ഥ ലോകത്തേക്ക് നമുക്കേവർക്കും കടന്നു ചെല്ലാനുള്ള ശാശ്വതമായ ആ പരലോകത്തേക്ക്, അവിടെ നമുക്ക് നിർണ്ണയിക്കപ്പെടുന്ന രക്ഷാശിക്ഷകൾ, അതിലേക്ക് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ സമാഹരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഈ ഭൂമിയിലെ ജീവിതം അതിനുവേണ്ടി നാം തീർച്ചയായും മാറ്റിവെക്കാൻ തയ്യാറാവണമെന്നാണ് സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിൻ്റെ ഒരു ദിവസം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളെല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള നമ്മുടെ സമയം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മരണം എന്ന ബോധ്യമില്ലാത്ത ഒരു നിമിഷം പോലും നമുക്ക് കഴിഞ്ഞു പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മുസ്ലിം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഒരു വലിയ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് എത്തിച്ച എൻ്റെ റബ്ബേ, നിനക്കാണ് സർവ്വസ്തുതിയും. വഇലൈഹിൻ നുശൂർ, നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടക്കപ്പെടുന്നത് എന്ന് ഒരു മുഅ്മിൻ തൻ്റെ കിടപ്പറയിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഇതിനെ തുടർന്ന് ആ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ ആ മുഅ്മിൻ ആ വ്യക്തിയുടെ വിവിധ സമയങ്ങളിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. റബ്ബേ, നിന്നിലേക്കാണ് ഞങ്ങൾ അടുക്കുന്നത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വാഹനത്തിൽ പോലും രാവിലെ മുതൽ വൈകുന്നേരം വരെ എപ്പോഴാണോ കയറുന്നത് അപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം. ഇതിനെ തുടർന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പോലും ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യാ, ജീവിപ്പിക്കുന്ന മരിപ്പിക്കുന്ന റബ്ബേ, നിൻ്റെ മാർഗ്ഗത്തിൽ നിൻ്റെ നാമത്തിൽ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് നമുക്കൊക്കെ പിന്നെ മരണത്തെ മറക്കാൻ സാധിക്കുക? അതിനൊരുപാട് ഉദാഹരണങ്ങളോ നമ്മുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും വേർപിരിയലോ നമുക്ക് ആവശ്യമില്ല. നമ്മൾ നമ്മുടെ മനസ്സ് കൊടുത്ത്, ബുദ്ധി കൊടുത്ത്, അള്ളാഹു നമുക്ക് നൽകിയ ഈ സവിശേഷ ബുദ്ധി കൊടുത്ത് ഒന്ന് സാമാന്യ ബോധത്തോടു കൂടി നമ്മെ ഒരു ചിന്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഇതിന് നിസ്സാരതയും എത്രത്തോളമാണ് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. അത്തരത്തിൽ ജീവിതത്തെ ഗൗരവകരമായി നോക്കിക്കണ്ട് ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്നും ആ ലക്ഷ്യം നാളെ പരലോകത്തെ വിജയമാണ് എന്നും ചിന്തിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ അവന് പൂർണ്ണമായും കീഴൊതുങ്ങുന്ന ജീവിതമായി പരിവർത്തിപ്പിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉപ്പമാർ, കുടുംബാംഗങ്ങൾ, അവരുടെ എല്ലാം ഖബറുകളും അള്ളാഹു വിശാലമാക്കി അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب دعاء يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. الله أكبر أشهد أن لا إله إلا الله.